വയനാട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിൽ ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥിനെതിരെ വ്യാജ പരാതി നൽകിയ എസ്എഫ്ഐ. പരാതി നൽകിയത് സിദ്ധാർത്ഥിന്റെ മരണശേഷം. കേസ് വഴിതിരിച്ചുവിടാൻ നീക്കമെന്ന് സൂചന. പരാതി നൽകിയത് ഫെബ്രുവരി 18-ന്, സ്വീകരിച്ചത് 19-ന്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഏത് രീതിയിലുള്ള പരാതിയാണ് സിദ്ധാർത്ഥിനെതിരെ നൽകിയിരിക്കുന്നത്? എന്തായാലും ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റു വിവരങ്ങൾ എങ്ങനെ? ഈ സിദ്ധാർത്ഥിനെതിരെ ഇത്തരത്തിൽ സിദ്ധാർത്ഥിന്റെ സ്വഭാവം അല്ലെങ്കിൽ അയാൾ ഒരു മോശം സ്വഭാവക്കാരനാണെന്ന് വരുത്തി തീർക്കുകയാണ് ഈ പരാതിയുടെ ലക്ഷ്യമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് സിദ്ധാർത്ഥ് മരിച്ച ദിവസം 18-ാം തീയതി ഈ ഒരു പരാതി വരുന്നു. 19-ാം തീയതി അത് അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കൈമാറുന്നു. 20-ാം തീയതി ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിക്ക് ഈ പരാതി ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ പരാതിയുടെ എൻക്വയറി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹം മരിച്ചതിനാൽ ഈ പരാതിയിൽ ഈ രീതിയിലുള്ള ഈ സിദ്ധാർത്ഥിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അതിലും ശ്രദ്ധേയമായ കാര്യം, 20-ാം തീയതിയും 26-ാം തീയതിയും ഈ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി ഒരു യോഗം ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് മരിച്ചയാളാണ് ഇത്തരത്തിൽ വളരെ ക്രൂരമായ മർദ്ദനമേറ്റ് പാർട്ടി കോടതിയിൽ വിചാരണ ചെയ്യപ്പെട്ട് നൂറുകണക്കിന് കുട്ടികളുടെ മുൻപിൽ വെച്ച് നഗ്നനാക്കി മർദ്ദിക്കപ്പെട്ട് ഈ പറയുന്നത് പോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേക്ക് സൂചനകൾ പരിശോധിക്കുമ്പോൾ ഒരു വെള്ളമോ ഭക്ഷണമോ പോലോ കഴിക്കാൻ കഴിയാത്ത രീതിയിലൊക്കെ ഉള്ള അവസ്ഥയിൽ മരിച്ച ഒരാൾക്കെതിരെ അയാൾ മരിച്ച ദിവസം തന്നെ ഇത്തരത്തിലൊരു കംപ്ലയിന്റ് വരികയും ആ കംപ്ലയിന്റിൽ 2 ദിവസം കഴിഞ്ഞ് യോഗം ചേരുകയും പിന്നീട് വീണ്ടും ഒരു 4 ദിവസം കഴിയുമ്പോൾ വീണ്ടും അതിലൊരു യോഗം ചേർന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ പരാതിയിൽ ഈ കോളേജ് അധികൃതർ സ്വീകരിച്ച നിലപാട് അത്യധികം സംശയാസ്പദമാണ് എന്ന് പറയേണ്ടി വരും. മനുഷ്യത്വം തൊട്ടുതീണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ഇത്തരമൊരു നടപടിയുമായി ഇവർ മുന്നോട്ട് പോയത്, അല്ലെങ്കിൽ ഈ പരാതിയിൽ നടപടിയുമായി മുന്നോട്ട് പോകുകയും എന്നുള്ളത് പറയേണ്ടി വരും. നമുക്ക് കൃത്യമായി തന്നെ പറയാം, 18-ാം തീയതി, അതായത് സിദ്ധാർത്ഥ് മരിച്ച ദിവസം ഇങ്ങനെ ഒരു പരാതി നൽകുന്നതിലൂടെ സിദ്ധാർത്ഥിനെതിരെ ഒരു ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽപ്പുണ്ട്, ഇത്തരത്തിലുള്ള പരാതികളുണ്ട് എന്നുള്ളത് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നത്. കാരണം തങ്ങളുടെ കൈകൊണ്ട് ഇയാൾക്ക് ഇത്തരത്തിലുള്ളൊരു വലിയ രീതിയിലുള്ള പരിക്കുകൾ പറ്റുന്നു, ഇത്രയധികം വലിയ ക്രൂരത തങ്ങൾ ഇയാളോട് ചെയ്തു. പക്ഷേ എന്നിട്ടും ഈ പറഞ്ഞ രീതിയിൽ ഇതിൽ ആരോപണ വിധേയരായ എസ്എഫ്ഐ നേതാക്കൾ അടക്കം ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ പരാതി, അതേ ദിവസം ലഭിച്ച പരാതി, 18-ാം തീയതി സിദ്ധാർത്ഥ് മരിച്ച ദിവസം ലഭിച്ച പരാതി, അത് ഈ രീതിയിൽ ഫയലിൽ സ്വീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയ ഈ കോളേജ് അധികൃതരുടെ നിലപാടുകളും ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ വിഷയം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വെറ്റിനറി സർവകലാശാലയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളടക്കം പറഞ്ഞിരുന്നത്, ഡീൻ അടക്കം പറഞ്ഞിരുന്നത്. ഈ വിഷയത്തിൽ തങ്ങൾക്ക് ആദ്യം അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അറിവില്ലാത്തൊരു സ്ഥലത്താണ് ഇത്തരത്തിലൊരു ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയുടെ ഒരു യോഗം നടന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് മരിച്ചയാളെ ഇത്രയധികം ക്രൂരമായി ആക്രമിച്ച് വളരെ കുട്ടികളുടെ മുൻപിലിട്ട് നഗ്നനാക്കി മർദ്ദിച്ച് ബെൽറ്റ് കൊണ്ടും മറ്റും കൊണ്ട് വളരെ ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഈ വിഷയത്തിൽ നടപടികളുമായി മുന്നോട്ട് പോയത് എന്നുള്ളതാണ് നമ്മൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് കൃത്യമായൊരു ഗൂഢാലോചന ഇതിൽ നമുക്ക് സംശയിക്കാനും കഴിയും. ഇതിൽ ഈ പരാതിയിൽ തന്നെ എസ്എഫ്ഐ നേതാക്കളുടെ പങ്കടക്കം സംശയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. നമുക്കറിയാം, എസ്എഫ്ഐക്ക് അവിടെ പൊതുവിചാരണ നടത്താനുള്ള അധികാരം, സമാന്തര കോടതിക്ക് തുല്യമായിട്ടുള്ള വിചാരണ രീതികൾ, പിന്നീട് ശിക്ഷ നടപ്പാക്കുന്നു. ഇതൊക്കെ അവിടെ എസ്എഫ്ഐ ഗുണ്ടകൾ നടത്തി വരികയായിരുന്നു കാലങ്ങളോളം. ഇതിനെല്ലാം അവിടുത്തെ കോളേജ് ഡീനും കൂട്ടുനിന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. കാരണം ഇപ്പോഴും ഈ സിദ്ധാർത്ഥിന്റെ മരണശേഷവും ഡീൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള നിലപാട് തന്നെയാണ്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഈ സിദ്ധാർത്ഥിന്റെ മരണം എസ്എഫ്ഐക്കെതിരെ എത്രത്തോളം കൂടുതൽ പ്രതികൂലമാകുന്ന സാഹചര്യം വരുന്നുവോ അപ്പോഴൊക്കെ അതിനെ പ്രതിരോധിക്കാനുള്ള മറ്റൊരു അടവ് നയമാണ് സിദ്ധാർത്ഥിനെതിരെയുള്ള ഈ പരാതിയിലൂടെ ഇവർ നടപ്പാക്കുന്നത്. പക്ഷേ എന്തായാലും അത് പൊതുജനങ്ങൾക്ക് കൃത്യമായി തന്നെ മനസ്സിലാകും. ഫെബ്രുവരി 18-ന് മരണശേഷം നൽകുന്ന പരാതി അത് ഉടനെ തന്നെ സ്വീകരിക്കുന്നു. അതിലൊരു തീർപ്പ് കൽപ്പിക്കുന്നതിനായുള്ള യോഗത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളത്. എന്തായാലും എസ്എഫ്ഐ മുഖമിനുക്കാനുള്ള ഈ നടപടികളൊക്കെ ഒരു ഭാഗത്ത് നടത്തുമ്പോൾ തന്നെ കൂടുതൽ കുരുക്ക് മുറുകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുക തന്നെയാണ്. അതിലൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, വീണ്ടും എടുത്തു പറയേണ്ടി വരുന്നത്, ഇത്രയധികം ക്രൂരമായി ആക്രമിക്കപ്പെട്ട അതിൻ്റെ ഈ മാനസിക വിഷമത്തിൽ അല്ലെങ്കിൽ ജീവിതം നഷ്ടമായ ഒരാളുടെ പേരിലുള്ള പരാതി
പരിഗണിക്കാൻ യോഗം ചേർന്ന ഈ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട കോളേജ് അധികൃതരുടെ ഒരു മാനസികാവസ്ഥയാണ്. ഏത് സാഹചര്യത്തിലാണ് അവർ ഇതിന് തയ്യാറായത് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. ഇവിടെയാണ് BJP ഇന്ന് രാവിലെ BJP നേതാക്കളും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനൊക്കെ ഉയർത്തിയ ഒരു ആരോപണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് CPM-ന്റെ ഒക്കെ ഉന്നതരായ നേതാക്കൾ ക്യാമ്പസിൽ നേരിട്ടെത്തി. SFIയുടെ നേതാക്കൾ അവിടെ യോഗം വിളിച്ചു. വിദ്യാർത്ഥികളെ സത്യം പുറത്തു പറഞ്ഞാൽ അതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തി തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ BJP ഉയർത്തിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെയാണ് ഇത്തരം ഒരു പരാതിയിൽ ഇത്തരത്തിലുള്ളൊരു നടപടിയുമായി ഈ കോളേജ് അധികൃതർ മുന്നോട്ട് പോയി എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത ജനം TV പുറത്തുവിടുന്നപ്പോൾ ഇതിനെല്ലാം പിന്നിലൊരു ഗൂഢാലോചന ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൊന്നിട്ടും കലിപ്പ് ഈ പറഞ്ഞ രീതിയിൽ കലിയടങ്ങാതെ വേട്ടയാടി എന്നൊക്കെ നമ്മൾ പലതിലും പറയാറുണ്ട്, പല കാര്യങ്ങളിലും എടുത്തു പറയാറുണ്ട്. സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അദ്ദേഹത്തെ ഇത്രയധികം ക്രൂരമായി ഉപദ്രവിക്കുകയും മറ്റ് കുട്ടികളുടെ എല്ലാം മുന്നിലിട്ട് അദ്ദേഹത്തെ നാണം കെടുത്തുന്ന രീതിയിൽ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിലൊക്കെ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ വരെ അയാളെ കൊണ്ടു തള്ളിയിട്ട് അതിനുശേഷവും അയാൾ മരിച്ചതിന് ശേഷവും അയാൾക്കെതിരെ പരാതി നൽകി അയാളുടെ സ്വഭാവം, അയാൾ മോശം സ്വഭാവക്കാരനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നിരിക്കുന്നു. വ്യക്തമാണ്. അതായത് മരണശേഷവും സിദ്ധാർത്ഥിനെ തേജോവധം ചെയ്യുകയാണ് SFI. വയനാട് പൂക്കോട് കോളേജ് ഹോസ്റ്റലിൽ ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥിനെതിരെയാണ് SFI ഇത്തരത്തിൽ വ്യാജ പരാതി നൽകിയിരിക്കുന്നത്. പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.